ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ യൂട്യൂബ് ചാനലായ വിഴിഞ്ഞം സീപോർട്ട് ജോബ് അപ്ഡേറ്റ് 2024 ഏവർക്കും സ്വാഗതം. MSc തവിശി 3 ദിവസമായിട്ട് നമ്മുടെ പോർട്ടലിൽ തന്നെ ഉണ്ടായിരുന്നു. ആ ഷിപ്പ് പോയതിൻ്റെ വിവരങ്ങളും അടുത്ത ഷിപ്പായ ക്യാപ്റ്റോൺ 3 നമ്മുടെ വിഴിഞ്ഞം പോർട്ടിലോട്ട് അടുത്തതിൻ്റെ വിവരങ്ങളും, അതുമാത്രമല്ല നിങ്ങൾക്ക് നേരത്തെ ഞാൻ നൽകിയിട്ടുള്ള മാഴ്സ് കമ്പനിയുടെ ഒഴിവുകളെക്കുറിച്ച് ഞാൻ ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ വിവരങ്ങളും കൂടെ അറിയിക്കാം. മാത്രമല്ല, നമ്മുടെ ഈ പോർട്ടിലെ 3ാമത്തെ ബെർത്ത് പൂർത്തിയായി കഴിഞ്ഞാൽ നമുക്ക് കിട്ടാൻ സാധ്യതയുള്ള ഒഴിവുകളെക്കുറിച്ചുള്ള വിവരങ്ങളും ഞാനിന്ന് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാം. MSc തവിശി വന്ന സമയത്ത് കണ്ടെയ്നറുകൾ കുറവായിരുന്നു. അതിൽ നിന്നും ഇറക്കി വയ്ക്കുന്ന ചരക്കുകൾ വളരെ ഗൗരവതരമായിട്ടുള്ള ചരക്കുകളായിരുന്നു. കാരണം ഹിറ്റാച്ചി ബസ്സുകൾ പോലുള്ള ചരക്കുകളായതിനാൽ അത് ഇറക്കുന്നതിന് തന്നെ സാധാരണ കണ്ടെയ്നറുകൾ ഇറക്കുന്നത് പോലെ അല്ല. അത് ഇറക്കുന്നതിന് വളരെ ശ്രദ്ധയോടുകൂടി ഇറക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളും എല്ലാം കൂടെ ചെയ്തത് കൊണ്ടാണ് ഏകദേശം 3 ദിവസത്തോളം, ഏകദേശം 70 മണിക്കൂറോളം നമ്മുടെ ഈ പോർട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. അത് ഇന്ന് രാവിലെ 7:30 മണിയോടുകൂടിയാണ് ഇവിടെ നിന്ന് തിരിച്ച് ഡോൾഫിൻ്റെ സഹായത്തോടുകൂടി 3 ടഗ് ബോട്ടുകളായ ഡോൾഫിൻ്റെ സഹായത്തോടുകൂടി പുറംകടലിലോട്ട് എത്തിക്കുകയും MSc തവിശി നേരെ മുണ്ട്രയിലോട്ട് പോവുകയും ചെയ്തു. പുറംകടലിൽ വെച്ച് തന്നെ MSc ക്യാപ്റ്റോൺ 3 PT എന്ന മദർ വെസൽ നമ്മുടെ വിഴിഞ്ഞം പോർട്ടിലോട്ട് ആ ടഗ് ബോട്ടുകൾ അവിടെ നിന്നും തന്നെ വിളിച്ചു കൊണ്ടുവന്ന് 8:45 മണിയോടുകൂടി അടുപ്പിക്കുകയുണ്ടായി. നമുക്കിവിടെ എത്തിച്ചേരാനുള്ള 2 ഷിപ്പുകൾ നമ്മുടെ വിഴിഞ്ഞം പോർട്ടിലോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. MSc റോസ് ആങ്കറിലാണെങ്കിലും 2 ഷിപ്പുകൾ കൂടി നമ്മുടെ വിഴിഞ്ഞം പോർട്ടിലോട്ട് വന്നുകൊണ്ടിരിക്കുന്നു. ഒന്ന് MSc അന്ന, രണ്ടാമത്തത് MSc പാൽമോർ എന്ന ഷിപ്പും നമ്മുടെ പോർട്ടിലോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ വിഴിഞ്ഞം പോർട്ടിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് കണ്ടെയ്നറുകൾ ധാരാളം ഇപ്പോൾ തന്നെ നിലവിലുണ്ട്. നേരത്തെ 5 സ്റ്റെപ്പാണ് വെച്ചിരുന്നതെങ്കിൽ ഇപ്പോൾ 1 സ്റ്റെപ്പ് കൂടി കൂടിയിട്ടുണ്ട്. ഏകദേശം 6 സ്റ്റെപ്പ് കണ്ടെയ്നറുകളാണ് ഇപ്പം പോർട്ടിൽ അടുക്കി വച്ചിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ വന്ന ഷിപ്പിൽ നിന്നും പോലും കണ്ടെയ്നറുകൾ ഇറക്കി വച്ചിരിക്കുകയാണ് എന്നുള്ളതാണ് നമുക്കിതിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് തവിശിയിൽ നിന്ന് പോലും കണ്ടെയ്നറുകൾ നമ്മുടെ വിഴിഞ്ഞം പോർട്ടിൽ ഇറക്കി വെച്ചു. അതിലെ വിവരങ്ങൾ നമുക്ക് വ്യക്തമായിട്ട് കാണാൻ കഴിയുന്നതാണ്. കാര്യം ഹിറ്റാച്ചി ഉണ്ട്, ബസ്സുകളുണ്ട്, അതുപോലെ തന്നെ കണ്ടെയ്നറുകൾ ഇവിടെ അടുക്കി വച്ചിട്ടുണ്ട്. അതിനുശേഷമാണ് തവിശി ഇവിടെ നിന്നും പുറപ്പെട്ടത്. തിരിച്ച് MSc ക്യാപ്റ്റോൺ 3 നമ്മുടെ വിഴിഞ്ഞം പോർട്ടിൽ അടുത്തിട്ടുണ്ട്. 3 സ്റ്റെപ്പോളം കണ്ടെയ്നറുകളോട് കൂടിയാണ് ക്യാപ്റ്റോൺ നമ്മുടെ വിഴിഞ്ഞം പോർട്ടിലോട്ട് അടുത്തത്. ഇതിൽ നിന്നും കണ്ടെയ്നറുകൾ കയറ്റിക്കൊണ്ടു പോകും എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. MSc ക്യാപ്റ്റോൺ വരുന്നതിന് മുമ്പായിട്ട് MSc റോസ് നമ്മുടെ പുറംകടലിൽ തന്നെ ഉണ്ടായിരുന്നു. ഞാൻ ഉദ്ദേശിച്ചത് MSc റോസ് ആയിരിക്കും നമ്മുടെ വിഴിഞ്ഞം പോർട്ടിലോട്ട് കടന്നു വരിക എന്നുള്ളതായിരുന്നു ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷേ MSc ക്യാപ്റ്റോൺ ആണ് വിഴിഞ്ഞം പോർട്ടിലോട്ട് അടുത്തത്. കാരണം ഒരേ കമ്പനിയാണല്ലോ, അവർക്ക് അതിൻ്റെ കാര്യങ്ങളും മറ്റും അവർക്ക് തന്നെ അറിയാം. ഏത് പോർട്ടാണ്, ഏത് കണ്ടെയ്നറുകളാണ് കൊണ്ടുപോകേണ്ടത് എന്നുള്ള വിവരങ്ങളെല്ലാം അറിയാമെന്നുള്ളത് കൊണ്ട് അത്യാവശ്യം കാര്യങ്ങൾക്കെല്ലാം ഏത് ഷിപ്പ് വേണമെങ്കിലും മാറ്റി പോർട്ടിലോട്ട് അടുപ്പിക്കാൻ കഴിയുമല്ലോ. അതുമാത്രമല്ല, നമ്മുടെ പോർട്ടിലത്തെ ബെർത്ത്, 3ാമത്തെ ബെർത്ത് ഏകദേശം പണികളെല്ലാം പൂർത്തിയായിരിക്കുകയാണ്. അപ്പോൾ ആ ബെർത്തിൻ്റെ പണികളെല്ലാം പൂർത്തിയായി കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ നിലവിൽ പണി ചെയ്തുകൊണ്ടിരിക്കുന്ന അത്രയും തൊഴിലാളികൾക്ക് തന്നെ ജോലി ലഭിക്കും എന്നുള്ളതാണ് എൻ്റെ ഒരു കണക്കുകൂട്ടൽ. കാരണം ആ ബെർത്ത് പൂർത്തിയായി കഴിഞ്ഞാൽ 1 ഷിപ്പ് കൂടെ നമുക്ക് ആ ഭാഗത്തോട്ട് അടുപ്പിക്കാൻ കഴിയും. അങ്ങനെ വരുമ്പോൾ അത്രയും തൊഴിലാളികൾക്ക് കൂടി ജോലി കിട്ടും എന്നുള്ളതാണ് എൻ്റെ ഒരു പ്രതീക്ഷ. അസാപ്പിലെ അപേക്ഷകളെല്ലാം സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ വാങ്ങിച്ചിട്ടുള്ള അപേക്ഷകളിന്മേൽ അവർ ഉടൻ തന്നെ വിളിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഒഴിവുകളെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞിട്ടുള്ള ഒഴിവുകൾ തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. അവർ വീണ്ടും നോട്ടിഫിക്കേഷൻ തന്നെ ഇട്ടിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് ഞാൻ കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോയിൽ ചെയ്തിട്ടുള്ള അത്രയും ആൾക്കാരുടെ ഒഴിവുകൾ വീണ്ടും വന്നിട്ടുണ്ട്. അത് നിങ്ങൾക്ക് മാഴ്സ് കമ്പനിയുടെ മെയിൽ ഐഡിയും അതിൻ്റെ സൈറ്റും ഞാൻ അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഷിപ്പുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് അപേക്ഷ നൽകി ജോലിക്ക് പ്രവേശിക്കാവുന്നതാണ്. അതുപോലെ തന്നെ നമുക്കിവിടെ പുതുതായിട്ട് പോർട്ടിലോട്ട് കടന്നു വരുന്നത് റെയിൽവേയുടെ വർക്കുകളാണ്.
ഏകദേശം 10.76 കിലോമീറ്ററാണ് നമ്മുടെ തറയിൽ കൂടെയും മുകളിൽ കൂടെയും ഭൂഗർഭ പാതയിൽ കൂടെയൊക്കെയാണ് നമ്മുടെ ഈ വിഴിഞ്ഞം പോർട്ടിലോട്ട് ട്രെയിൻ വരുന്നത്. അതായത് 9.5 കിലോമീറ്ററോളം ഭൂഗർഭ പാതയും മറ്റ് നിരപ്പിലൂടെയും അതിനുശേഷം തൂണുകൾ സ്ഥാപിച്ച് അതിന് മുകളിൽ കൂടെയൊക്കെയുമാണ് നമ്മുടെ വിഴിഞ്ഞം പോർട്ടിലോട്ട് വരുന്നത്. ഇതിനകത്ത് വന്നിട്ടുള്ളത് 17 വീടുകളിൽ നഷ്ടപ്പെടുന്നത്. അതിൽ 38 കുടുംബാംഗങ്ങളെയാണ് ഇതിൽ നിന്നും ഒഴിപ്പിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഇതിനെക്കുറിച്ചുള്ള ഒരു ഹിയറിംഗ് വിഴിഞ്ഞത്ത് നടത്തിയിരുന്നു. നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ചുക്കാൻ പിടിക്കുന്നത് കൊങ്കൺ റെയിൽവേയാണ്. ഏറ്റവും നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചിട്ടുള്ള കൊങ്കൺ റെയിൽവേയാണ് നമ്മുടെ ഈ പോർട്ടിലുള്ള റെയിൽവേയുടെ പണികളും ഏറ്റെടുത്തിട്ടുള്ളത്. എന്നിരുന്നാൽ നല്ല രീതിയിൽ വിഴിഞ്ഞം പോർട്ടിലോട്ട് ഒരു റെയിൽവേ വരും എന്നുള്ളത് പെട്ടെന്ന് ആ പണികൾ പൂർത്തിയാക്കി വിഴിഞ്ഞം പോർട്ടിലുള്ള പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ ഊർജിതം നൽകും എന്നുള്ളത് തന്നെയാണ് ഞാൻ കരുതുന്നത്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ നിർത്തുന്നു. വീഡിയോ കണ്ടിഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. നന്ദി, നമസ്കാരം.